മലയാളികൾക്ക് സുപരിചിതനാണ് ഇന്ന് ജുനൈസ് വി.പി. സോഷ്യൽ മീഡിയയിലെ മിന്നും താരം. തമാശ നിറഞ്ഞ വീഡിയോകളിലൂടെയാണ് ജുനൈസ് സോഷ്യൽ മീഡിയയിൽ താരമായി മാറുന്നത്. ടിക്ടോക്കിലൂടെ തുടങ്ങി പിന്നീട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ചേക്കേറിയ ജുനൈസിന്റെ ഉമ്മ കഥാപാത്രം വലിയ ഹിറ്റാണ്. ഇതിനുശേഷമാണ് ജുനൈസ് ബിഗ് ബോസിൽ എത്തുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥിയായിരുന്നു ജുനൈസ്. ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജുനൈസ്. ടോപ്പ് 5 വരെ എത്താനും ജുനൈസിന് സാധിച്ചിരുന്നു. തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് ജുനൈസ് തുറന്നു പറഞ്ഞിരുന്നു. ഉമ്മയെ ഉപ്പ കൊലപ്പെടുത്തിയെന്നും തുടർന്ന് തങ്ങൾ 5 മക്കൾക്കും പിരിഞ്ഞു ജീവിക്കേണ്ടി വന്നതിനെക്കുറിച്ചുമൊക്കെ ജുനൈസ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ജുനൈസ്. ഉപ്പയെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയിട്ടുണ്ടെന്ന ചോദ്യത്തിനാണ് ജുനൈസ് മറുപടി പറയുന്നത്. ഒരിക്കലും ഉപ്പയെ മിസ് ചെയ്യുകയോ കാണണമെന്ന് തോന്നുകയോ ചെയ്തിട്ടില്ലെന്നാണ് ജുനൈസ് പറയുന്നത്. ഉപ്പയെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നിയിട്ടില്ല. ഉപ്പയെ മിസ് ചെയ്തിട്ടില്ല, മിസ് ചെയ്യുന്നുമില്ല. ഉപ്പ എന്ന കഥാപാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ്. ജയിലിൽ പോയി പിന്നെ പുറത്തു വന്നു. ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. അത്തരം ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിട്ടില്ലെന്നും താരം പറയുന്നു. ഉമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയത്. അതിനാൽ ചിലരൊക്കെ കമന്റ് ഇടും, ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതെന്ന്. കാരണം ഞാനത് അനുഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ വളർന്നത് അമ്മാവന്റെ വീട്ടിലായിരുന്നു, ഹൈസ്കൂൾ വരെ. അവിടെ നിന്ന് നോട്ട് ചെയ്തതും ചുറ്റും നോക്കുമ്പോൾ നമുക്കൊരുപാട് കണ്ടന്റുകൾ കാണാൻ പറ്റുമെന്നും ജുനൈസ് പറഞ്ഞു. ഉമ്മയുടെ മരണത്തിന് പിന്നാലെ തങ്ങൾ 5 മക്കളും പിരിഞ്ഞു ജീവിച്ചതിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. 5 മക്കളിൽ ഇളയവനാണ് ജുനൈസ്. ഉമ്മ മരിക്കുമ്പോൾ ജുനൈസിന് 1 വയസ്സായിരുന്നു. ജുനൈസും ഒരു സഹോദരൻ വളർന്നത് അമ്മാവന്റെ വീട്ടിലായിരുന്നു. താൻ ഒരു ഘട്ടം വരെ ഉമ്മ എന്ന് വിളിച്ചിരുന്നത് അമ്മായി ആയിരുന്നെന്നും ജുനൈസ് പറയുന്നുണ്ട്. ഞാൻ വളരെ ചെറുതായിരുന്നു. ഞങ്ങൾ 5 പേരാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. എന്നെക്കാൾ 2 വയസ്സ് കൂടുതലുള്ള സഹോദരൻ, പിന്നെ 2 സഹോദരിമാർ. ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. 10-12 വയസ്സുള്ള മൂത്ത സഹോദരനും. ഒരുമിച്ച് താമസിക്കേണ്ട ഞങ്ങളൊക്കെ വേറെ വേറെയാണ് കഴിഞ്ഞിരുന്നത്. ഞാനും ഒരു സഹോദരനും അമ്മാവന്റെ കൂടെയായിരുന്നു. മൂത്ത സഹോദരൻ ഉപ്പയുടെ ഒരു ചേട്ടന്റെ കൂടെ, രണ്ടാമത്തെ പെങ്ങൾ ഉപ്പയുടെ വേറൊരു ചേട്ടന്റെ കൂടെയുമായിരുന്നു. ആകാശദൂത് സെറ്റപ്പായിരുന്നെന്നാണ് താരം പറയുന്നത്. അതേസമയം തന്നെ സംബന്ധിച്ച് മാതാപിതാക്കളില്ലാത്ത വിഷമമൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ജുനൈസ് തന്നെ പറയുന്നു. പക്ഷേ ഈ പ്രായത്തിൽ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളില്ലാത്തതിന്റെ വിഷമം അനുഭവിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പാരന്റ്സ് മീറ്റിങ്ങിന് മറ്റു കുട്ടികളുടെ പാരന്റ്സ് വരും. തന്റെ പാരന്റ്സ് വരില്ലെന്നും ജുനൈസ് പറയുന്നു. നാട്ടുകാരും സ്കൂളിലുള്ളവരുമെല്ലാം തങ്ങളെ സിമ്പതിയോടെയാണ് നോക്കിയിരുന്നത്. അത് ഇഷ്ടമായിരുന്നില്ലെന്നും തനിക്ക് ട്രോമയായിരുന്നുവെന്നും ജുനൈസ് പറയുന്നുണ്ട്. നാട്ടുകാർക്കും ടീച്ചേഴ്സിനും ക്ലാസ്സിലെ കുട്ടികൾക്കുമെല്ലാം എല്ലാം അറിയാമായിരുന്നു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടി എന്ന സിമ്പതിയായിരുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അത് കേൾക്കുമ്പോൾ വേദനിക്കും. പലരും ഉമ്മ മരിച്ചു, ഉപ്പ ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറയും. അതൊക്കെ ഭയങ്കര ട്രോമയായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ലെന്നും ജുനൈസ് പറയുന്നു. പിന്നീട് മുതിർന്ന ഏട്ടൻ സാമ്പത്തികമായി സ്റ്റേബിൾ ആയതോടെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നാണ് ജുനൈസ് പറയുന്നത്. ഇപ്പോഴിതാ സിനിമയിലേക്കും ചുവടുവെച്ചിരിക്കുകയാണ് ജുനൈസ്. നടൻ ജോജി ജോർജ് സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയിലൂടെയാണ് ജുനൈസിന്റെ സിനിമ എൻട്രി. ബിഗ് ബോസിലൂടെ സുഹൃത്തായി മാറിയ സാഗർ സൂര്യയും ജുനൈസിനൊപ്പം ഈ സിനിമയിലുണ്ട്. ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷം 1 വർഷക്കാലം ഈ സിനിമയുടെ പിന്നാലെയായിരുന്നു എന്നാണ് ജുനൈസ് പറയുന്നത്.